എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പേപ്പർ 2025 നടന്ന പേപ്പർ തന്നെയാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൺലൈനായിട്ടാണ് എക്സാം നടന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഏതാണ്? ജഗദീപ് ധൻകർ. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാണ്? ശതവാഹനന്മാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരിയുത്തരം എഴുതുക. വാസ്കോഡഗാമ ഇന്ത്യയിലെത്തി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. ഇതൊക്കെ എങ്ങനെയാണ്? അതായത് വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയത് എപ്പോഴാണ്? 1498 കേട്ടോ. 1498. ഓർമ്മ വെക്കാൻ നമുക്ക് 1948 പകരം നമ്മൾ ഒന്ന് തിരിച്ചെഴുതിയാൽ മതി അല്ലെ. 1498. ഇനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എങ്ങനെയാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്നാണ്? 1602. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. അതെന്നാണ്? 1510. പിന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്നാണ്? ആൻസർ എന്താ വരിക? 1664. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. കുറിച്ച കലാപം, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം. എങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ? ആറ്റിങ്ങൽ കലാപം ആണ് ആദ്യം. പിന്നെ ഏതാണ്? പിന്നെ വരുന്നത് പഴശ്ശി കലാപം, പിന്നെ വേലുത്തമ്പി കലാപം, പിന്നെ കുറിച്ച കലാപം. അപ്പൊ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ എന്താ വരിക? കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേരിൽ സ്വീകരിച്ച റോമൻ ഭരണാധികാരി. ആൻസർ എന്താണ്? അഗസ്റ്റസ് സീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്നത് ഇതിലേതാണ്? പമ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? രുദ്രസാഗർ തടാകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമയ മേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ആൻസർ എന്താണ്? ഫ്രാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ശിലാവൽക്കരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ദേശീയപാത 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 15% നികുതി. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഏതാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 ആണ്. ആൻസർ എന്താണ് വരിക? 2ഉം 3ഉം ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി.
ഏതൊക്കെയാണ്? ഇത് മൂന്നുമാണ് അല്ലെ? വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ആൻസർ എന്താണ് വരിക? 2ഉം 3ഉം ആണ് കേട്ടോ. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതും ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ആൻസർ എന്താണ്? ഇതെല്ലാം ശരിയാണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ആൻസർ എന്താണ്? 3ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ആൻസർ എന്തൊക്കെയാണ് വരിക? ബിയും സിയും ഡിയും ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലത്തിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ആരാണ്? അതിർത്തി നിർണയ കമ്മീഷൻ. അതിർത്തി നിർണയ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്തുവാനുള്ള അധികാരം പാർലമെന്റിന് ഇല്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ആൻസർ എന്താണ് വരിക? ബിയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഏതാണ് അനുച്ഛേദം? അനുച്ഛേദം 243 ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. മൃഗസംരക്ഷണം, മായം ചേർക്കൽ, വിദേശ വ്യാപാരം, ലോട്ടറി, തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, വിവാഹവും വിവാഹമോചനവും. ആൻസർ എന്താണ് വരിക? ബിയും ഇയും ജിയും ആണ് കേട്ടോ. ബി, ഇ, ജി. മായം ചേർക്കല്, തൊഴിൽ സംഘടനകള്, പിന്നെ വിവാഹവും വിവാഹമോചനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരും പടി ചേർക്കുക. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം, അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം, തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, പിന്നെ എന്താണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇതൊക്കെ എങ്ങനെയാണ്? അതായത് ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം എന്നുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ടാധികാരങ്ങൾ എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എന്നുള്ളത് അയർലൻഡ് ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
പ്രധാന കമ്മീഷനുകളും അതിന്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, ഷാ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. അപ്പൊ എന്താണ് മണ്ഡൽ കമ്മീഷൻ എന്നുള്ളത്? എന്താണ്? രണ്ടാം പിന്നോക്ക കമ്മീഷൻ. നെക്സ്റ്റ് സർക്കാരിയ കമ്മീഷൻ എന്നുള്ളതോ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനില് ഏതാണ് നമുക്ക് ശരി എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ ഏതാണ് ശരി? ഡി എന്നുള്ള ഓപ്ഷൻ ആണ് ശരി കേട്ടോ. എങ്ങനെയാണ്? മണ്ഡൽ കമ്മീഷൻ എന്നുള്ളത് രണ്ടാം പിന്നോക്ക കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്നുള്ളതോ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക. ഷാ കമ്മീഷൻ എന്നുള്ളതോ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. കോത്താരി കമ്മീഷൻ എന്താണ്? ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ഈ കോത്താരി കമ്മീഷൻ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിന്ന് അറിയാം. കാരണം എന്താണ്? 3 ശരിയുള്ളത് ഇത് മാത്രമാണ്. അപ്പൊ ഇതാണ് ഓപ്ഷൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ആരുടെയാണ്? ഗ്രാൻവിൽ ആൻസ്റ്റീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. അപ്പൊ ഏതാണ്? ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? ജ്ഞാനേഷ് കുമാറിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അത് ശരിയാണ് അല്ലെ? പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പരിശീലനം നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? എവിടെയാണ്? ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകൾ ആയിരിക്കണം. M കമലമായിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താപത്രികയാണ് സ്ത്രീ ശക്തി. ഏതാണ് ഇതില് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത്? 1ഉം പിന്നെ എന്താണ് 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. മിഠായി എന്ന് പറയുന്നത് പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. സ്നേഹസാന്ത്വനം മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. ഇതിലെ ഏതാണ് തെറ്റായ ജോഡി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതില് സ്നേഹസാന്ത്വനമാണ് തെറ്റായിട്ടുള്ളത്. ഡി എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തം കട്ടപിടിക്കുന്ന സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് എന്താണ്? സീറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ
മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? ട്രിപ്സിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം B2 ആണ് റൈബോഫ്ലാവിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏതു രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? മലമ്പനിയാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെട്ട രോഗകാരി മലമ്പനി ഉണ്ടാക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്ധ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ IBCA യുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ് കേട്ടോ. ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രവ്യവുമായി ബന്ധമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എന്തായിരിക്കും? ഏറ്റവും ഉയരത്തില് അതിന്റെ ഗതികോർജം എന്തായിരിക്കും? E/4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? ആൻസർ എന്താണ് വരിക? 10 kg എന്നുള്ളതാണ് കേട്ടോ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരെന്താണ്? എന്താണത്? ഗഗൻയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഡാൽട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12നെ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ആറ്റോമിക മാസ് നിർണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12ന് ആണ്. ആൻസർ എന്താണ് വരിക? 1, 2, 3 ആണ്. അതായത് എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കുക. ജർമ്മൻ സിൽവർ, മിഷ് മെറ്റൽ, ചാൽക്കോജനുകൾ, ഹാലോജനുകൾ. ആൻസർ എന്താണ് വരിക? C എന്നുള്ളതാണ് കേട്ടോ. എങ്ങനെയാണ്? ജർമ്മൻ സിൽവർ എന്നുള്ളത് കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. നെക്സ്റ്റ്, മിഷ് മെറ്റൽ എന്നുള്ളത് ലാന്തനൈഡുകളുടെ സങ്കരം. പിന്നെ എന്താണ്? ചാൽക്കോജനുകൾ എന്നുള്ളത് ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലോജനുകൾ എന്നുള്ളതോ? ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. അപ്പൊ C എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒരു ലായനിയുടെ ഹൈഡ്രജൻ അയോൺ ഗാഢത 100 മടങ്ങ് വർദ്ധിക്കുമ്പോൾ pH മൂല്യം 1 യൂണിറ്റ് വർദ്ധിക്കുന്നു. pH പേപ്പർ ഉപയോഗിച്ച് 1:14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കുവാൻ സാധിക്കും. മനുഷ്യരക്തം ദുർബല ആസിഡ് സ്വഭാവം കാണിക്കുന്നു. ഇതിലെ ആൻസർ എന്താണ്? 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. ആറ്റോമിക നമ്പർ 118 ആയ മൂലകത്തിന്റെ പ്രതീകം ON എന്നാണ്. ആറ്റോമിക നമ്പർ 118 ആയ മൂലകത്തിന്റെ പേര് ഒഗാനസൺ എന്നാണ്. ഏതാണ് ആൻസർ? 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ആവർത്തന പട്ടികയിൽ എത്ര മൂലകങ്ങളുണ്ട്? ഇപ്പോ 118 മൂലകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ എന്താണ് വരിക? 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈത ആശ്രമം അധ്യാപകനായിരുന്നു. 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. ആൻസർ എന്താണ് വരിക? Aയും Cയും ആണ്
തെറ്റായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ഏതാണ് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതില് ഓപ്ഷൻ ABD ആണ് ശരിയായിട്ടുള്ളത്. ABD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കൂടിയ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്. റൺ വേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത്. അതിൽ തെറ്റായിട്ടുള്ളത് എയും ബിയും സിയും തെറ്റാണ്. ഇത് മൂന്നും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളം ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളക്ക. നെക്സ്റ്റ്, മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ ആണ്. ഏതാണ് ശരിയായ പ്രസ്താവനകൾ? എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 2-ാം സ്ഥാനത്ത് എത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയരായ ചൈന 3-ാം സ്ഥാനമാണ് നേടിയത്. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ, കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ആണ് കേട്ടോ. തെറ്റായതാണ് ചോദിക്കുന്നത്. ആതിഥേയരായ ചൈന 3-ാം സ്ഥാനമാണ് നേടിയത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.